الحمد لله رب العالمين نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين أما بعد ബഹുമാനമുള്ള ഉസ്താദ് അവர்கள், സയ്യിദന്മാർ, ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, പ്രിയമുള്ള സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്ത ഒരു തൗഫീഖാണ്. വളരെ പ്രയാസപ്പെട്ട് പല ഭാഗത്തുനിന്നും രാത്രി തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഅ്മിനീങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മഹബ്ബത്തിന്റെ പേരിൽ മാത്രം. അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ കൊണ്ട് പല നിഅമത്തുകളും നമുക്ക് തന്നു, മുസ്ലിം ഉമ്മത്തിന് ലഭിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നിഅമത്താണ് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്. അതുള്ള സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു എന്നത്. ഞാൻ അതിനെപ്പറ്റി വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയം ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശമാണല്ലോ. ഖസ്റജ് ഗോത്രത്തിന്റെ തലവനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ഹജ്ജത്തുൽ വദായിൽ വെച്ച് റസൂലുള്ളാഹി മുടി കളഞ്ഞപ്പോ ആ മുടി ഏൽപ്പിച്ചു ബൈനന്നാസ്, ജനങ്ങളിടയിൽ വിതരണം ചെയ്യാൻ വേണ്ടി. പല ഭാഗത്തും എത്തി. നമ്മുടെ കേരളത്തിനും അതൊന്ന് ബർക്കത്തെടുക്കാൻ, ആ സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ റഹ്മുർ-റഹീമായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്തു. അത് ഏറ്റവും വലിയ നിഅമത്താണെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിന്റെ അടിത്തറ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്താണ്. ഇസ്ലാമിന്റെ വളർച്ച ആരംഭ റസൂലിനോടുള്ള മഹബ്ബത്താണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വളരെ പ്രസിദ്ധമായ ഒരു സംഭവം, ഹുദൈബിയ കരാർ. സുഹൈൽ റളിയല്ലാഹു തആല അൻഹു അന്ന് ഇസ്ലാമിനെ സ്വീകരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലുമായി ഉണ്ടാക്കിയ ഒരു കരാർ എല്ലാവർക്കും പരിചയമുള്ളതാണ്. ആ കരാറിൽ സത്യത്തിൽ നാട്ടിൽ സമാധാനം നിലനിൽക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചുകൊണ്ടും ചിന്തിപ്പിച്ചുകൊണ്ടും ആ ഇസ്ലാമിന്റെ എതിരിൽ പ്രവർത്തിക്കുന്ന സുഹൈൽ റളിയല്ലാഹു തആല അൻഹു, പിന്നീട് അദ്ദേഹം ഇസ്ലാമായി, അദ്ദേഹം പറഞ്ഞു കൊടുത്തത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടായിരുന്നു ആ കരാർ ഉണ്ടായിരുന്നത്. എന്താണോ ആവശ്യപ്പെട്ടത് മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ സമ്മതിച്ചു കൊടുത്തു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, മക്കയിൽ നിന്ന് ഒരാൾ ഇസ്ലാം അനുസരിച്ച് മദീനയിൽ വന്നാൽ അയാൾ അവിടെ നിർത്താൻ പാടില്ല, തിരിച്ച് മക്കത്തേക്ക് തന്നെ അയക്കണം. മദീനത്തുനിന്ന് ഒരാൾ മുർത്തദ്ദായി മക്കയിൽ ചെന്നാൽ അയാൾക്ക് വേണ്ട സകല സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കും. ആ 10 വിഷയങ്ങളിൽ ഒരു വിഷയമായിരുന്നു അത്. അതുപോലും അല്ലാഹുവിന്റെ റസൂൽ സമ്മതിച്ചു. കരാറൊക്കെ വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ച് സുഹൈൽ വളരെ വിജയിച്ച് മക്കക്കാരെ മുമ്പിലേക്ക് ചെന്നപ്പോ സുഹൈലിനോട് അവിടെയുള്ള ആളുകൾ ചോദിച്ചു, നിങ്ങളുടെ മുഖത്തെന്താ ഒരു മ്ലാനത? ഇത്രയും വലിയൊരു സംഭവം
നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കരാർ എഴുതിപ്പിക്കാൻ മുഹമ്മദ് നബിയെ കൊണ്ട് പറ്റിച്ചു. ഈ കരാർ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് മക്ക കുഫാരികളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എന്തിന് നിങ്ങളെ മുഖത്തൊരു മ്ലാനത എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ബുദ്ധിമാനാണ്, ചിന്തകനാണ്. അയാൾ പറഞ്ഞ മറുപടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, കരാറൊക്കെ നമ്മൾ എഴുതി, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എഴുതിപ്പിക്കാൻ പറ്റി, പക്ഷേ പ്രയോജനമില്ല. മുഹമ്മദ് നബിയെയും അനുയായികളെയും ഇന്ന് ഞാൻ കണ്ട സ്ഥിതിവിശേഷം വെച്ച് നോക്കുമ്പോൾ പരാജയപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്ക് സാധ്യമല്ല. അന്ന് സുഹൈൽ പറഞ്ഞതാണ്. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പല രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അവരെ പ്രജകൾ എനിക്ക് പരിചയമുണ്ട്. ഒരു പ്രജകളിൽ നിന്നിട്ടും ലഭിക്കാത്ത, ഒരു രാഷ്ട്രത്തിലെ രാജാവിനും നേതാവിനും കിട്ടാത്ത ബഹുമാന ആദരവാണ് മുഹമ്മദ് നബിക്ക് തന്റെ അനുയായികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒതുവെടുക്കുന്ന വെള്ളം പോലും ഭൂമിയിലേക്ക് ഉറ്റുന്നില്ല. ബർക്കത്തിന് വേണ്ടി അവരെടുത്ത് സൂക്ഷിക്കുകയാണ്. ആ റസൂലുള്ളാഹിന്റെ കൈ കഴുകിയ വെള്ളം മുടിട്ട വെള്ളം പോലെ തന്നെ, ആ റസൂലുള്ളാഹിന്റെ മുഖം കഴുകിയ വെള്ളം, തല തടകിയ വെള്ളം സ്വഹാബിമാര് രണ്ട് കൈയും നീട്ടി അവർ കരസ്ഥപ്പെടുത്തുകയാണ്. എന്തിന്? പുണ്യത്തിന് വേണ്ടി. ഈ ഒരു ചുറ്റുപാടാണ് മുഹമ്മദ് നബി അനുയായികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥ ആരംഭ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിമാരിൽ നിൽക്കുന്ന കാലത്തോളം, ഈ ബഹുമാനാദരവ് അവരിൽ നിന്ന് ലഭിക്കുന്ന കാലത്തോളം, അല്ലെങ്കിൽ ഈ ബഹുമാനിക്കൽ അവർക്ക് നിർബന്ധമാണെന്ന ചിന്താഗതി അവരിലുള്ള കാലത്തോളം മുഹമ്മദ് നബിയെയും പ്രസ്ഥാനത്തെയും പരാജയപ്പെടുത്താൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് കരാറിൽ വിജയിച്ചു എന്നത് വലിയൊരു കാര്യമൊന്നുമല്ല. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അടുത്ത ദിവസം ആ സുഹൈൽ റളിയല്ലാഹു തആല അൻഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചു. സത്യത്തിൽ തന്റെ മകനെ മദീനയിൽ പോയി ഇസ്ലാം മതം സ്വീകരിച്ചു കളയുമോ എന്ന സംശയമുള്ളത് കൊണ്ട് വീട്ടിൽ കെട്ടിയിട്ട ഒരു ബാപ്പയാണ് സുഹൈൽ. അത്ര ഇസ്ലാമിന്റെ എതിരാളിയായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിനെ അവിടുത്തെ ശിഷ്യന്മാര് അനുയായികൾ ബഹുമാനിക്കുന്നത് കണ്ടപ്പോ ഈ പ്രസ്ഥാനം തകരുകയില്ലെന്ന് ബോധ്യപ്പെട്ട് ആ പ്രസ്ഥാനം സത്യമാണെന്ന് കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇന്ന് അദ്ദേഹം സ്വഹാബിയല്ലേ. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനം, അതിനാപ്പ് ഈ ആളുകളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഅറേ മുബാറക്കുള്ള സ്ഥലത്ത് ഒരുമിച്ച് കൂടുക, രാത്രി ഫുള്ളായി ഉറക്കൊഴിച്ചാലും കുഴപ്പമില്ല, എത്ര ദൂരെ നിന്ന് സഞ്ചരിച്ചാലും വിരോധമില്ല, എത്ര തിക്കും തിരക്കും ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല എന്ന മനസ്സാണ് ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. സാധാരണ ഒരു സമ്മേളനം നടക്കുമ്പോൾ ദിവസങ്ങളോളം സിറാജിൽ പരസ്യമുണ്ടാകും, അല്ലെങ്കിൽ വാൾ പോസ്റ്റ് ഉണ്ടാകും, പ്രചരണങ്ങൾ പലതും നടക്കും. ഇത് ഈമാൻ എന്നൊരു പ്രചരണം മാത്രമേ ഇതിന്റെ പിന്നിലുള്ളൂ. ഈമാനുള്ള മുഅ്മിനീങ്ങള് ഇവിടെ ഒരുമിച്ച് കൂടിയത് വേറെ യാതൊരു പ്രചരണത്തിന്റെയും പരസ്യത്തിന്റെയും ലാഭത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് മാത്രമാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ കാണാം, സലാസുൻ മൻ കുന്ന വജദ ഹലാവത്തൽ ഈമാൻ. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും വലിയ സ്നേഹം ഒരാളെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഈമാന്റെ മാധുര്യം അവൻ എത്തിച്ചു വന്നു. അതുകൊണ്ട് നാം അതാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് ഈമാന്റെ മാധുര്യം ലഭിക്കണം, ഈമാന്റെ പരിപൂർണത കരസ്ഥപ്പെടുത്തണം. അതിനു വേണ്ടിയുള്ള ഇജ്തിമാ ആണ്, ഒരുമിച്ച് കൂടലാണ്, അതിനു വേണ്ടി വന്നവരാണ്.
ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. പക്ഷേ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഏത് പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കുന്നത് അവന്റെ മനസ്സ് നോക്കിയിട്ടാണല്ലോ. അതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ ആരും റസൂലുള്ളാഹിയുടെ മഹബത്തല്ലാതെ മറ്റൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ഒരുമിച്ചുകൂടിയ മുഴുവൻ ആളുകൾക്കും ആരും റസൂലുള്ളാഹിന്റെ ഷെയർ മുബാറക്ക് വിളിച്ച് കാണാൻ കഴിയുമെന്ന അഭിപ്രായം നമുക്കില്ല. ഇത്രയും കൂടുതൽ ആളുകൾ ഉണ്ടാവുമ്പോൾ അത് കഴിയണമെന്നില്ലല്ലോ. പക്ഷേ ആ റസൂലുള്ളാഹിന്റെ ഷെയർ മുക്കിയ വെള്ളം തബറുക്കിന് വേണ്ടി നമുക്ക് കിട്ടും. ഇവിടെ ബഹുമാനപ്പെട്ട എബി ഉസ്താദ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ വിതരണം ആഗ്രഹിച്ച് വന്നവർക്ക് ഇൻഷാ അല്ലാഹ് നിർബന്ധമായി ലഭിക്കും. വലിയൊരു ബഖിയാത്ത് സ്വാലിഹാത്തിൽ ഞങ്ങളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ റബീഉൽ അവ്വൽ 12-ന്, അവിടെ 12-നാണ്, ഇവിടെ റബീഉൽ അവ്വൽ ആദ്യത്തെ തിങ്കളാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണല്ലോ തിങ്കളാഴ്ച. റബീഉൽ അവ്വൽ ആദ്യത്തെ തിങ്കളാഴ്ച അല്ലെങ്കിലും തിങ്കളാഴ്ചയാണ്. അപ്പൊ ആ തിങ്കളാഴ്ച തന്നെ തെരഞ്ഞെടുത്ത് 12 തിങ്കളാഴ്ച എന്നത് ഒത്തുവരാൻ പ്രയാസമായിരിക്കും. എല്ലാ വർഷവും അത് ഒത്തുവന്നോളണമെന്നില്ല. റസൂലുള്ളാഹി ജനിച്ച തിങ്കളാഴ്ച അത് തന്നെ ഒരു മഹത്വമുള്ളതാണ്. ആ മഹത്വം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളിവിടെ ഈ വെള്ളം വാങ്ങി ബർക്കത്തെടുക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയാണ്. ജൂതന്മാര് മുഹറം 10 നോമ്പ് നോറ്റുകൊണ്ടാണ് ശുക്ർ ചെയ്തിട്ടുള്ളത്. അവിടെ ഇമാം ബുഖാരിന്റെ ഹദീസിൽ കാണും, എന്തിനാണ് നോമ്പ് നിൽക്കുന്നത് ചോദിച്ചാൽ തഅ്ളീമൻ ലിമൂസ, അള്ളാഹുവിற்கு നിർവഹിക്കുന്ന നോമ്പാണ്. അള്ളാഹുവിനുള്ള ആരാധനയാണ് ഇസ്ലാമിൽ മൂന്നാമത്തെ കാര്യമല്ലേ നോമ്പ്. ആ നോമ്പ് നോറ്റുകൊണ്ട് ജൂതന്മാരോട് സഹകരിച്ച്, അല്ലെങ്കിൽ അവർ നോറ്റ ദിവസം തന്നെ നോറ്റുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കാണ് തഅ്ളീമൻ ലിമൂസ. ആരാധന അള്ളാഹുവിനേക്കാണെങ്കിലും ആദരവ് മൂസാ നബി അലൈഹി ഇസ്ലാമിനോടാണ്. അങ്ങനെ മഹാന്മാരെ ആദരിക്കുക, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മുർ-റഹീമായ റബ്ബിന്റെ തൗഫീഖാണ്. സത്യത്തിൽ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് ഇന്ന് ലോകത്ത് ഒരു പണ്ഡിതനോ മറ്റേതെങ്കിലും ഒരു വ്യക്തിക്കോ ചെയ്യാൻ കഴിയാത്ത പരിശുദ്ധ ദീനിന് നഫഉണ്ടാകുന്ന ഉപകാരപ്രദമായ നിരവധി കാര്യങ്ങൾ ചെയ്തു നമുക്ക് അത് അനുഭവിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പണ്ട് ഒരു പണ്ഡിതൻ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, ഞാൻ കാന്തപുരത്ത് മങ്ങാട്ട് ആദ്യമായി എ.പി. ഉസ്താദ് ഓതാൻ വരുന്ന കാലത്ത് കുട്ടികൾക്കുള്ളൊരു മുദരിസ്, രാത്രി എല്ലാ ദിവസവും വഅദിനും പോകും. അതായിരുന്നു എ.പി. ഉസ്താദ്. ആ എ.പി. ഉസ്താദ് ഇന്ന് വളർന്ന് എന്തൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തു എന്ന് ചോദിച്ചാൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത രീതിയിലാണ്. നിങ്ങൾക്കറിയാം, അല്ലാഹു തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന പവറാണത്. നമ്മൾ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു ഒരു ആളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ എത്രയാണ് നൽകുക എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അതിന്റെ മാനദണ്ഡം അറിവാണ്, ഇൽമാണ്, വിജ്ഞാനമാണ്. ആ വിജ്ഞാനമുള്ള ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഏത് മനുഷ്യരെയും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. ആർക്കെങ്കിലും അത് അത്ഭുതം തോന്നിപ്പോയെങ്കിൽ അവരെ കുറ്റം പറയാനൊന്നുമില്ല, സ്വാഭാവികമാണല്ലോ. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ദുആ ചെയ്യുക. എല്ലാവിധ ഷർറിൽ നിന്നിട്ട് ഖൈറിന്റെ എതിരിലാണല്ലോ ഈ ഷർറ്. ഇമാംകാര്യം പഠിപ്പിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും വിശ്വസിക്കും. രണ്ടും അല്ലാഹു തആലയുടെ ഖദായിൽപ്പെട്ട് തന്നെയാണ്. അപ്പൊ ഖൈർ ഒരു ഭാഗത്ത് ഒരുപാട് ഉണ്ടാകുമ്പോ
ഷർറുമുണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. മെല്ലെ 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 നമ്മൾ സമാധാനത്തോടെ നീങ്ങിയാൽ, ശാന്തമായി പ്രവർത്തിച്ചാൽ, കൂടുതൽ എതിർപ്പുകൾ ഉണ്ടാക്കാതെ, ശത്രുക്കളാണെങ്കിൽ പോലും ശത്രുക്കളോട് നമ്മൾ സ്നേഹപരമായി പെരുമാറിയാൽ, നമ്മുടെ മഹല്ലത്തുകളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ സ്നേഹപരമായി പെരുമാറിയാൽ ആ ശത്രുക്കളും നമ്മുടെ മിത്രങ്ങളായി മാറും. എത്രയോ ശത്രുക്കൾ എനിക്കറിയാം. കാന്തപുരം മുതൽ ഇന്ത്യ രാജ്യത്തും ഗൾഫ് നാടുകളിലും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ കഴിയില്ല, പണ്ടേ ഉണ്ട്. കാന്തപുരത്തിന്റെ ദിവസം ഒരു മുജാഹിദിന്റെ മയ്യത്ത് നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി അവിടെ ഏതാനും ആളുകൾ. ഒരു മുജാഹിദിന്റെ മയ്യത്ത് നിസ്കരിക്കാത്തതിന്റെ പേരിൽ അന്ന് ഞാൻ അവിടെ ഓതുന്ന കാലം റഫി ഉസ്താദ് അവിടുത്തെ മുദരിസ്. പക്ഷേ സൗമ്യമായി, സ്നേഹപരമായി, ശാന്തമായി അവിടുത്തെ സമീപനമുണ്ടായപ്പോ ആ എതിർപ്പുകളൊക്കെ ഇല്ലാതെയായി. അവർ തന്നെ പിന്മാറി. ആദ്യ കാലഘട്ടത്തിൽ പോലുമുള്ള അനുഭവമാണ്. പക്ഷേ ഈ അനുഭവം പറഞ്ഞാൽ പോരാ, നമ്മളും പ്രവർത്തനരംഗത്ത് അത് സ്വീകരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ എതിർപ്പ് കുറയും. എതിർപ്പ് കുറയും. അതോടെ നമ്മുടെ പ്രവർത്തനം നമ്മളെ ശത്രുക്കളോട് പോലും സ്നേഹത്തിന്റെ രീതിയിലാകണം. അപ്പൊ അവർ പോലും നമ്മുടെ മിത്രങ്ങളായി മാറും. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണെന്ന് മാത്രം ഈ സമയത്ത് ഉറപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഅർ, അതിനുള്ള ബഹുമാനം നിങ്ങൾ ചിന്തിച്ചോ. 4 മദ്ഹബിന്റെ ഇമാമികളിൽ ഒരു ഇമാമാണ് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയെന്നാണ് ചരിത്രം. ആരംഭ റസൂലുള്ളാഹിന്റെ വാക്ക്, ആരംഭ റസൂലുള്ളാഹിന്റെ പ്രവർത്തനങ്ങൾ, 23 കൊല്ലക്കാലം ചെയ്ത മുഴുവൻ വാക്കുകളും പ്രവർത്തനങ്ങളും ഇന്ന് ഹദീസാണ്, ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി കിടക്കുകയാണ്. 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമുള്ള വലിയൊരു മദ്ഹബിന്റെ ഇമാമാണ് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ആ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെടുമ്പോൾ തന്റെ ശിഷ്യന്മാരോട്, തന്റെ കൂട്ടുകാരോട് ചെയ്ത വസിയ്യത്ത് നമുക്കൊക്കെ അറിയാം. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ 3 ശഅർ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. മരണത്തിന് ശേഷം രക്ഷയ്ക്ക് വേണ്ടി ഈ 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയെന്ന് പറയപ്പെടുന്ന 4 മദ്ഹബിൽ പ്രധാനപ്പെട്ട മദ്ഹബ് ഹംബലി മദ്ഹബിന്റെ ഇമാമിന്റെ പ്രവർത്തനമാണത്. അനുയായികൾ പറഞ്ഞു, കുട്ടികളെ, ഞാൻ മരിച്ചാൽ എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കഴിഞ്ഞാൽ, കുളിപ്പിച്ചതിന് ശേഷം കഫൻ ചെയ്യുന്നതിന് മുമ്പ് ആ 3 ശഅറിന്റെ എന്റെ അലമാറയിൽ സൂക്ഷിച്ചിട്ട് ഒരെണ്ണം എടുത്ത് എന്റെ ചുണ്ടിൽ വെച്ച് തരണം. ഖബറിൽ മുങ്കർ നക്കീർ ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ള തബറുക്കിന് വേണ്ടി, തൗഫീഖിന് വേണ്ടി ആ റസൂലുള്ളാഹിന്റെ ശഅർ എന്റെ ചുണ്ടിൽ വെച്ച് തരണം. മറ്റേ 2 ശഅർ എന്റെ കണ്ണിന്റെ മുകളിൽ വെച്ച് തരണം. നിങ്ങൾ ചിന്തിച്ചോ, ഇത്രയും വലിയൊരു ഹദീസ് പണ്ഡിതൻ, കോടിക്കണക്കായ അനുയായികളുടെ ഇമാമ്, ഹംബലി മദ്ഹബ് എത്രയാ, കോടിക്കണക്കായ മുഅ്മിനീങ്ങളുടെ ഇമാമ്, ജീവിതം മുഴുവൻ ദീനിനു വേണ്ടി മാത്രം വിനിയോഗിച്ച മഹാൻ, വഫാത്തിന്റെ ശേഷമുള്ള വിജയത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണ്, ശഅറാണ്. ആ ശഅർ ഉള്ള സ്ഥലത്ത് ഒരുമിച്ചുകൂടാനാണ് നമ്മൾ വന്ന് നാം ഓർക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുക. കൃത്യമായി 1 ചുണ്ടിലും 2 കണ്ണിലും വെച്ചുകൊണ്ടാണ് കഫൻ ചെയ്ത് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ മറവ് ചെയ്തിട്ടുള്ളത്.
നാം ഈ കാര്യം ചിന്തിക്കണം. നമുക്ക് ആ ഭാഗ്യമുണ്ടാവൂല, പ്രയാസം തന്നെയാണ്. എന്നാലും ആ ഷെയർ മുക്കിയ വെള്ളം നമുക്കൊന്ന് കുടിക്കാൻ, നമ്മുടെ കണ്ണിന്റെ മുകളിൽ നിന്ന് പെരട്ടാൻ, നമ്മുടെ ചുണ്ടിലും നമ്മുടെ മുഖത്തും അതുകൊണ്ട് ബർക്കത്തെടുക്കാനുള്ള അവസരം ബഹുമാനപ്പെട്ട എ പി ഉസ്താദിലൂടെ നമുക്ക് ലഭിച്ചല്ലോ. അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ. നമ്മൾ സ്തുതിക്കുക. ആ റസൂലുള്ളാഹിയുമായുള്ള ബന്ധം ഏത് രൂപത്തിലാണ്, ഞാനത് വിശദീകരിക്കല്ല. നമ്മൾ നിലനിർത്താൻ ശ്രമിക്കണം, ആ മഹബത്ത് നിലനിർത്താൻ ശ്രമിക്കണം. നുഐമാൻ റളിയല്ലാഹു തആലയുടെ ചരിത്രം ബദ്ർ ബൈത്തിൽ കേട്ടതാ നിങ്ങളൊക്കെ. അവിടെ പറഞ്ഞത് നുഐമാൻ അല്ലദീ ഖദ് ഹാസ മിൻ ഇദ്ഹാഖി ഖൈരിൽ ഖൽഖി കുല്ല മുനാഇ. ആരംഭ റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കുന്ന എല്ലാ സഹായിമാരും അങ്ങനെ തന്നെ. അതിലേറ്റവും പ്രമുഖനായിരുന്നു നുഐമാൻ റളിയല്ലാഹു തആല അൻഹു. ആ റസൂലുള്ളാഹിനെ സന്തോഷിപ്പിച്ചു എന്ന കാരണത്താൽ ഖദ് ഹാസ കുല്ല മുനാഇ. നുഐമാൻ റളിയല്ലാഹു തആല അൻഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കും. ആരംഭ റസൂലുള്ളാഹിനുള്ള മഹബത്തിന്റെ പുണ്യമാണത്. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തിമാറാവട്ടെ. ആ റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കാൻ, ആ റസൂലുള്ളാഹിന്റെ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ, ആ ദീൻ പ്രചരിപ്പിക്കുന്നവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. പലരും നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതിലെ പോലെ പള്ളിയിൽ നിന്ന് വിഷമങ്ങളും പ്രയാസങ്ങളുമുള്ള ആളുകളാണ് ഈ വന്നതിൽ ഒട്ടുമുക്കാൽ ആളുകളും. ഒരു വന്നവർക്ക് വിഷമില്ലെങ്കിലും അവരെ ബന്ധപ്പെട്ടവർക്ക് വിഷമങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂലിനുള്ള മഹബത്തിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹ് സാധുക്കളായ ഞങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തരണം റഹ്മാനെ. ഞങ്ങളെല്ലാ രോഗങ്ങളും ഇനി ശിഫയാക്കണം റഹ്മാനെ. നിന്റെ ദീനിന് വേണ്ടി വളരെ കാലം പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഒരു സ്നേഹിതൻ 1000 രൂപ ഇവിടെ സംഭാവന ചെയ്ത്, പലരും സംഭാവന ചെയ്യുന്നുണ്ട്. അള്ളാഹുവെ ആ സ്വതക്കന്റെ ബർക്കത്തുകൊണ്ട് ആരംഭ റസൂലുള്ളാഹിയുടെ മഹബത്തിന്റെ ഭാഗം തന്നെയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും തീർത്ത് റാഹത്തും സന്തോഷവും നൽകണം റഹ്മാനെ. ഒരു രംഗത്ത് നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. നമ്മുടെ നേതാക്കൾ പലരും രോഗികളാണ്, പണ്ഡിതന്മാർ രോഗികളാണ്. നിങ്ങൾക്കറിയാം അവിടൊക്കെ രോഗം മഹാനായ റസൂലുള്ളാഹിന്റെ മഹബത്തിന്റെ ബർക്കത്തുകൊണ്ട്, ഈ ഷെയറെ മുബാറക്കിനെ ബഹുമാനിക്കുന്നതിന്റെ ബർക്കത്തുകൊണ്ട് നീ മാറ്റി റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യണം റഹ്മാനെ. ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനും ആരോഗ്യത്തോടെ ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഒരു രംഗത്തും നീ പരാജയപ്പെടുത്തില്ല റഹ്മാനെ. എല്ലാ രംഗത്തും സാധുക്കളായ ഞങ്ങൾക്ക് നീ തുണയാകണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.